തൃശൂർ പാലപ്പിള്ളി എച്ചിപ്പാറയിൽ വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഒരാഴ്ച മുൻപ് ഇതേ വീടിന് പുറകിലെ തൊഴുത്ത് ആനകൾ തകർത്തിരുന്നു. എച്ചിപ്പാറ തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു കാട്ടാനയുടെ പരാക്രമം. ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്നും ഓടിമാറി. വീട്ടുപറമ്പിലെ വാഴകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭീതിയൊഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്. ഒരാഴ്ച മുമ്പ് ഇതേ വീടിന് പുറകിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു. സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തു. അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ബഷീർ ആവശ്യപ്പെട്ടു. ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കാണ് വരുന്നത്. ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മൾ ഭയപ്പെട്ടിട്ട് രാത്രി നമുക്ക് ഇറങ്ങാനോ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ആന അല്ലെങ്കിൽ പുലി, അതല്ലെങ്കിൽ കുരങ്ങുകളെ കൊണ്ടും അണ്ണാന വരും. നമുക്കൊരു സാധനം വെച്ചുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ആകെ 2 വാഴ ഉണ്ടായിരുന്നത്. ഇലയുടെ ആവശ്യമെങ്കിലും കിട്ടുമെന്നാണ് ശരി. അതും നമുക്കിവിടെ കിട്ടാത്ത കണ്ടീഷനാണ്. നിൽക്കാൻ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് എത്തിയിട്ടുണ്ട്. കാട്ടാനശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റേഷൻ നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടമെത്തുന്നത് തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് പറഞ്ഞു. വസുപ്രദ ലിമിറ്റഡിന്റെ കുറെ കാലഹരണപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊള്ളണം. എന്നാൽ മാത്രമാണ് ഈ വിഷയത്തിന് ഒരു പരിധി വരെ, എന്നുവെച്ചാൽ പരിധി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു 100% വരെ അവിടുത്തെ ജനങ്ങൾക്ക്, ആ വനപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു പരിഹാര മാർഗമാവുള്ളൂ. കാട്ടാനശല്യത്തിനു പുറമെ കുരങ്ങന്റെയും മലയണ്ണാന്റെയും ശല്യം പ്രദേശത്ത് രൂക്ഷമാണ്. കാർഷിക വിളകൾ നടാനാവാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.